ട്രൈപോഡ് അടുത്തുണ്ട്. ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു പുതിയ ട്രാവൽ സീരീസാണ്. പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്യണ അല്ല, ഞങ്ങൾ നേരെ ഇന്ത്യയിലേക്ക് പോകുന്ന ഒരു ഷോർട്ട് 1 വീക്ക് വിസിറ്റ്. ആരോട് പറഞ്ഞിട്ടില്ല, ഒരു സർപ്രൈസ് വിസിറ്റിന് പോവാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ ഗൈസ്. ക്യൂ ഉണ്ട്. ഞങ്ങൾ നേരെ കാലിക്കറ്റ് എയർപോർട്ടിലേക്കാണ് പോകുന്നത്. അത്യാവശ്യം ക്യൂ ഉണ്ട്. ഫസ്റ്റ് ടൈമാണ് ഞാൻ കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ഞങ്ങളെ ബോർഡിംഗ് പാസ് ഒക്കെ ഇട്ടിരിക്കുകയാണ്. ഞങ്ങൾ രാവിലെ ഒന്നും കഴിക്കാത്ത കാരണം ഇവിടെ നിന്ന് ഫുഡ് വാങ്ങിച്ചിട്ട് ഫ്ലൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ പോണ വഴിക്കോ അങ്ങനെ കഴിക്കാനുള്ള ഒരു പരിപാടിയിലാണ്. ഓടി എമിഗ്രേഷൻ്റെ അടുത്തേക്ക് പോകുന്ന യുവാക്കളെയാണ് നിങ്ങൾ കാണുന്നത്. ഫുഡ് വാങ്ങിച്ച് മെഗ്ഗി വാങ്ങിച്ച് എവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈമില്ല. സോ ഞങ്ങൾ അവിടെ പോയി ഇരുന്നിട്ട് എമിഗ്രേഷൻ കഴിഞ്ഞാൽ പിന്നെ കുറേ സമാധാനമായി. അവിടെ ഇരുന്നിട്ട് കഴിക്കാൻ നോക്ക്. 1 more hour. അതാണ് നല്ലത്. എന്താ ഭയം ഉണ്ടാകണം അല്ലായിരിക്കും. അങ്ങനെ എമിഗ്രേഷൻ കഴിഞ്ഞ് എല്ലാം ശാന്തി സമാധാനം. നേരെ കാലിക്കറ്റ് ഫുഡ് കഴിക്കണം. ഈ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ഈ സൈഡിൽ കൂടി കയറുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കാര്യം ചെയ്യ, അതിൽ ഇപ്പുറത്ത് ഇങ്ങോട്ട് തിരിഞ്ഞോ, ഡാൻസ് ചെയ്തോ. ഞാൻ പാട്ടോട് വരാം. ജിങ്ക് ജിക്ക ജിങ്ക് ജിക്ക ജിങ്കില് ജിങ്കാല. ആ ജ്യോതിർമയി കളിക്കണ പോലെ ഒന്ന് കളിച്ചേ. കർത്താവിനെ സൃഷ്ടിച്ച മനുഷ്യർക്ക് സ്തുതി. ഇവിടെ ഫ്ലൈനസ്
Very tired. ഫ്ലൈറ്റ് ഇറങ്ങി നേരെ മൂത്രമൊഴിക്കാൻ പോകുന്ന ഭാര്യയാണ്. ബാഗേജ് കൗണ്ടറിന് അങ്ങോട്ട് പോവാണ് ഞങ്ങളെ ബാഗ് വന്നിട്ടുണ്ടോ എന്നറിയില്ല. ഭയങ്കര ചൂടെടുക്കണല്ലേ. കുറച്ചെല്ലാം എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല. അന്ന് രാവിലെ നേരത്തെ ഞങ്ങൾ കഴിച്ചില്ല. ബർഗർ അത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും കഴിച്ചിട്ടില്ല. സോ നേരെ ഫുഡ് കഴിക്കാൻ പോകാനുള്ളൊരു പരിപാടിയാണ്. ഞങ്ങളുടെ ഫ്രണ്ട് ഒരു റെസ്റ്റോറൻറ്റ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അവിടെ നിന്ന് കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകണം. അതിനകത്ത് കോഴിക്കോടിനാണ് ഇറക്കുന്നത് വെച്ചിട്ട്. അന്ന് ഇതിൽ വെറും 4 സ്ഥലമാണ് അവിടെ, അതൊന്നുമില്ല ആ സ്ഥലത്ത്. സ്ഥലമാണ് അങ്ങനെയാണ് ആ എയർപോർട്ട് വന്നത്. അന്നൊരു 2 കിലോമീറ്റർ മൊത്തം എടുത്ത സ്ഥലം എടുത്തുകൊണ്ട് അതിലൊരു എയർപോർട്ട്. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഒരു ഹോട്ടലിൽ, വേറെ ഒന്നും കിട്ടിയില്ല. അത് കാരണം വിശക്കുന്നപ്പോൾ ഇതിൽ കയറേണ്ടി വന്ന് അങ്ങനെ അതിൽ കയറിയിട്ടിരിക്കുന്നുണ്ട്. അൽഫാമും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ലക്സി വരണ വഴിക്ക് ഞാൻ ഹോട്ടൽസും കാര്യങ്ങളൊന്നും അങ്ങനെ കാണുന്നില്ല. വിശന്നിട്ട് കണ്ണാണില്ല. സോ കമ്പനിയിൽ അങ്ങോട്ട് കയറിയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത ഹോട്ടൽ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾ കിട്ടിയതിൽ കയറി, പക്ഷേ ഫുഡ് നല്ല പക്ക ഫ്ലോപ്പായിരുന്നു. വീട്ടിലെത്തുന്ന സംഭവങ്ങളൊന്നും എടുത്തില്ല, ബിക്കോസ് വീട്ടിലെത്തിയപ്പോൾ ഉമ്മയും പാപ്പയും അവിടെ ഉണ്ടായിരുന്നില്ല. സോ അത് ഞങ്ങൾ കട്ട് ചെയ്തു. നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേ ഞങ്ങൾ നേരെ ഒരു ഫിലിമിന് ബുക്ക് ചെയ്തിട്ട് അങ്ങനെ പോകണേണ്. ഫാമിലി ഫുള്ള് കാറിലുണ്ട്. ഏതോ ഒരാളെ പാപ്പയാക്കിയില്ലേ പണ്ട്, ഏതോ ഒരു സ്ഥലത്ത് പോയപ്പോ, ഓർമ്മ ഉണ്ടോ ഫിനു? ചക്ക മമ്മാനെടുക്കാണ്ട് ഇനി ഇവിടെ തൊട്ട് കാണുന്നത് മൊത്തം ഓരോരോ ചെറിയ ചെറിയ കട്ട് പാർട്സ് ആയിരിക്കും. ബിക്കോസ് എല്ലാ ദിവസത്തെയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സാമ്പാർ പരുവത്തിലാണ് ഈ വീഡിയോ ഉള്ളത്. സോ നിങ്ങളെല്ലാവരും ഒന്ന് സഹകരിച്ച് ഈ വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അടിച്ചില്ലെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ടാവില്ല, കാരണം അടി വോയിസ് കൊടുക്കാം എല്ലാത്തിനും. എല്ലാത്തിന്റെ സോ ഫിലിമൊക്കെ കണ്ട് ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഞങ്ങൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു പ്ലാന് ഈവനിങ് ആയപ്പോൾ ഉണ്ടായതാണ്. ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് കോഴിക്കോട് ബീച്ചിലേക്ക് പോവുകയാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് കോഴിക്കോട് ബീച്ചിലേക്ക് 2.5 hours ഉണ്ട്. ഇപ്പോൾ പുതിയ റോഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ 1 hour കൊണ്ട് എത്താനൊക്കെ പറ്റും. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ഇതേ കാണുന്നതാണ് ഹൈലൈറ്റ് മോൾ. അപ്പോൾ നമ്മൾ കോഴിക്കോട് എത്തി. അപ്പോൾ ഞങ്ങൾ നേരെ കോഴിക്കോട് പോയിട്ട് അവിടെ നിന്ന് ചുരണ്ടി ഐസും ചുമ്മാ അവിടെ നിന്ന് വൈബൊക്കെ അടിച്ചിട്ട് തിരിച്ചു വരാനുള്ള പരിപാടിയാണ്. ഞങ്ങൾ ഫസ്റ്റ് ഒരു ഫുഡ് കഴിക്കുന്ന സ്ഥലത്താണ് കയറിയേക്കണത്. ഇവിടെ നിന്ന് കുറച്ച് സീന് ഡാർക്കായിരിക്കും, ബിക്കോസ് ലൈറ്റ് ഭയങ്കര ഡിമ്മായിട്ടുള്ള ലൈറ്റായിരുന്നു. സോ ഞങ്ങൾ 2 കാറിലേക്കായിട്ടാണ് വന്നേക്കുന്നത്, ബിക്കോസ് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അത് കാരണം അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് എത്തിയ ആൾക്കാർ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചൊന്ന് ചില്ലാക്കാമെന്ന് ഓർത്ത്. പക്ഷെ അവരെത്തിയിട്ടില്ല. അവർക്ക് ഭാഗ്യം ഉണ്ടായില്ല ഈ ഫുഡൊന്നും കഴിക്കാൻ വേണ്ടിയിട്ട്. ഇരുട്ടാണ്, ആൾക്കാരൊന്നും കാണില്ല. സിയ, മമ്മ, ഇവിടുത്തെ ദഹിപൂരി,
വീഡിയോ ഇങ്ങനെ എടുക്കാം. ഞാൻ അവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം എങ്ങനെയാണ് ഒറ്റയടിക്ക് പോയാലിടാം. This is how we should eat it, dahi puri. കഴിച്ചോ? കഴിക്കും. നേരത്തെ കിട്ടിയിട്ടില്ല, അവരുടെ മടി കഴിക്കും. അത് കഴിക്കും. ആ ചുമണ്ട എന്നാ അസ കഴിച്ച കഴിച്ചോ. ആ രണ്ടുപേരും ഒരുമിച്ച് റെഡി 1 2 3 പറയുമ്പോ ഓക്കെ. റെഡി 1 2 3 ഗോ. നൈസ്. എന്നാ കഴിക്കും. അമ്മ ഒന്ന് കഴിച്ചാണെങ്കിൽ കാണട്ടെ. നേരത്തെ വീഡിയോയിൽ കിട്ടിയില്ല. ആ ഒന്നുകൂടി എടുക്കും. ഇല്ല കിട്ടിയിട്ടില്ല, ശരിക്കും കിട്ടിയില്ല. അത് ഞാൻ പോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. എന്താ കിട്ടി? spaghetti alfredo, non vegetable, and arugula. ഇതാണ് പാസ്. സ്പൂണേറ്റാ തിന്നണേ. അല്ല അതാ മധുരം അതല്ല. മതി മതി വീരണ്ട. ഫ്രണ്ടിൽ നടന്നു. KFCന്റെ അനിയനായിട്ട് വരും ഹാജി. ഞങ്ങൾ പോയ ദിവസം അത്യാവശ്യം റഷ് ഉണ്ട്. ഞങ്ങൾ പോയ ദിവസം മാത്രമല്ല, മിക്ക ദിവസം ഭയങ്കര റഷാണെന്നാണ് ഒരു ഫ്രണ്ട് പറഞ്ഞത്. അത്യാവശ്യം നല്ല തിരക്കും ബഹളവും, സത്യം പറഞ്ഞാൽ ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു. ആ നേരത്തെ നമുക്ക് കോഴിക്കോട് പോകണമെങ്കിൽ നമ്മൾ ഓരോ 1.5 മണിക്കെങ്കിലും ഇറങ്ങണോ? അൽഫാസെ നീ ഫേമസ് ആവും വ്ളോഗിൽ വരണേ. ആ പിന്നെ മില്യൺ അടിച്ചേക്കണേ. ഇപ്പോൾ ഓൾറെഡി അടിച്ച് സെലിബ്രിറ്റിയാ ഞാൻ. ഒട്ടകാഹ. സൗദിയിൽ പോയാലും ഒട്ടകം, ഇവിടെ വന്നാലും ഒട്ടകം. ആളുകളൊക്കെ കടപ്പുറം കണ്ട് ആസ്വദിച്ച് മടങ്ങി പോകുന്നുണ്ട്. എല്ലാരും മടങ്ങി പോ. വേഗം വിട്, ഫോൺ ഓഫ് ആവും. ഇതെന്താ? ഞാൻ തിന്നോട്ടെ. നിന്റെ തപാക കൊടുക്കാനല്ലേ? സാരില്ല സാരില്ല മിണ്ടണ്ട. അങ്ങനെ കോഴിക്കോട് സ്പെഷ്യലായ ചെരണ്ടീസും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് ടേസ്റ്റ് ചെയ്ത് കുറേ നേരമൊക്കെ അവിടെ വൈബടിച്ച് നിന്ന്. പിന്നെ എല്ലാവർക്കും ബോറടിച്ച് എല്ലാവർക്കും നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത പ്ലേസിൽ പോയിട്ട് തന്നെ കഴിക്കാമെന്ന് ഓർത്ത് ഞങ്ങളങ്ങനെ അങ്ങോട്ട് പോവാണ്. 1980s എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റാണ്.
അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇതാണ് ഞങ്ങളെ വീട്ടിലെ എല്ലാ ആൾക്കാരും. ഞാൻ എല്ലാവരെയും വീഡിയോയിൽ ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് അവർ വന്നത്. സോ അപ്പോൾ ആ ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. സോ ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഞാൻ പറഞ്ഞില്ലേ ഇതൊരു സാമ്പാർ വരുത്തുള്ളൊരു വീഡിയോ ആണെന്ന്. സോ നെക്സ്റ്റ് ഡേ ഞങ്ങൾ നേരെ എറണാകുളത്തേക്ക് പോവാണ്, എൻ്റെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ കൊതിച്ചിരുന്ന ആ ദിവസം വന്നെത്തി ഗായ്സ്. എടാ എൻ്റെ ഉമ്മയുണ്ടോ? എൻ്റെ ഉമ്മ. അങ്ങനെ ഉമ്മീനെ കണ്ട സന്തോഷത്തിൽ എന്നെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി ആവാസ് സമ്മതിച്ചില്ല. ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഞങ്ങൾ നേരെ സലൂണിൽ പോവാണ്. എനിക്കൊരു ഷൂട്ടുണ്ട്, പിന്നെ ഹെയർ കട്ട് ചെയ്യണം. ഞങ്ങൾ ആ ലുക്ക് രണ്ടുപേരുടെ ലുക്ക് മാറ്റാൻ പോവാണ്. ഞങ്ങളെ ലോങ് ഹെയർ മാറ്റി ഞങ്ങൾ ഷോർട്ട് ഹെയർ ആക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളെ സലൂണ്. ഒരു ചെറിയ ഷൂട്ടും ഉണ്ട്. സോ ഇൻ ബിറ്റ്വീൻ ഷൂട്ട് നടക്കുന്നുണ്ട്, എൻ്റെ ഹെയർ കട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ട്രൈബ് സലൂണ്. ഇവിടെ നിന്നാണ് ഞാൻ എപ്പോഴും ഹെയർ കട്ടും എന്താ പറയുക ഹെയറിൻ്റെ എല്ലാ ഐറ്റംസും ഞാൻ ഇവിടെ നിന്ന് തന്നെ ചെയ്യാറ്. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു സലൂണാണ്. ഞാൻ കുറേ പേർക്കൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇവനാണ് എൻ്റെ ഹെയർ എപ്പോഴും ചെയ്തു തരുന്ന ആൾ. നല്ല സൂപ്പറായിട്ട് ചെയ്യും മഹഫൂസ്. എൻ്റെ കൂടെ തന്നെ ഹവാസിൻ്റെയും കൂടെ ഹെയർ കട്ടും ഹെയർ കളറും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. ഞാൻ അതും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരാൾ കളർ അടിക്കുന്നുണ്ട്, പച്ചയും മഞ്ഞയും നീലയും കൂടിയുള്ള ഒരു കളറാണ് അടിക്കുന്നത്. ഹവാസിൻ കട്ട് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ സാർ? ഇവിടെ അപ്പാടെ താടിയൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അസന്ന് വീട്ടിൽ നിന്ന് കുളിച്ചില്ലേ? കുളിക്കണാണോ? എന്താ ചെയ്യുന്നത്? കട്ട് ചെയ്താണോ? കട്ട് ചെയ്താണോ? അപ്പോൾ ഞങ്ങളുടെ ഹെയർ കട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇത്രയും ഹെയറുള്ള ഞാൻ നേരെ ഇത്രയും ചെറിയ ഹെയറിലേക്ക് മാറി. എങ്ങനെയുണ്ട് എൻ്റെ ലുക്ക് എന്നുള്ളത് നിങ്ങൾ പറയണം കേട്ടോ. ഞാൻ ഷോർട്ട് ഹെയർ കട്ട് ചെയ്യാറുണ്ട്. ആവാസിൻ്റെയും ലുക്ക് ഞാനതിൽ കാണിക്കാം. ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരേ ലെങ്ത്തിലേക്ക് ഹെയർ മാറ്റി. അങ്ങനെ ഈ പരിപാടികളൊക്കെ ഞങ്ങൾ നേരെ പോകുന്നത് എൻ്റെ ഒരു കസിൻ്റെ വീട്ടിലേക്കാണ്. അവളുടെ കുഞ്ഞിന് ഡ്രസ്സ് എടുക്കണം, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. സോ നേരെ ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ എടുത്തിട്ട് നേരെ അങ്ങോട്ട് പോയി അവളെയും കുട്ടീനെയും കാണണം.
ഞങ്ങളുടെ ഹെയർ കട്ടും പരിപാടികളും എല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു കസിൻ്റെ വീട്ടിൽ കയറാണ്ട് അങ്ങനെ കുഞ്ഞു പരിപാടികളാണ്. അമ്മ ആസൊക്കെ ആ സാധനത്തിന് കൊടുക്കുന്നത്. ഇടിയപ്പം പറഞ്ഞോ അപ്പൊ നമുക്ക് ഷെയർ ചെയ്യാം. ഇവിടെ ഞങ്ങളുടെ കുറേ ഫുഡിൻ്റെ വീഡിയോസ് കാണാൻ പറ്റും. ബിക്കോസ് അത് ഓരോരോ ദിവസങ്ങൾ കഴിച്ച വീഡിയോസാണ്, അല്ലാണ്ട് എല്ലാ ദിവസവും കഴിച്ച വീഡിയോസ് അല്ല. ഞങ്ങളിങ്ങനെ ഓരോ ദിവസവും കഴിച്ച, എനിക്ക് തോന്നുന്നു കൂടുതൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴാണ് വീഡിയോസ് എടുക്കാനുള്ള ഓർമ്മ വന്നേക്കണത്. എന്തായാലും എൻജോയ്. പൊറോട്ട കഴിച്ചു, നല്ല പൊറോട്ട. കേട്ടോ ചിക്കനാണ്. ഐശ്വര്യ കുറച്ചടങ്ങാനാക്കി അതൊന്നും വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട്. അവിടെ കാർ പാർക്കിംഗ് ഉണ്ട്. ഇപ്പഴ സൈഡ് നമ്മളല്ല നെക്സ്റ്റ് ഡേ. ഇത് അരിപ്പട നെക്സ്റ്റ് ബ്രാഞ്ചാന്ന് തോന്നുന്നു. വേറെ ബ്രാഞ്ചിലേക്ക് സെയിം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്ന്. ഞങ്ങൾക്ക് ആ ഫുഡ് ഭയങ്കര തലേദിവസം കഴിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. സോ അവിടുത്തെ ഈ ദിവസവും സെയിം ഫുഡ് സെയിം റെസ്റ്റോറൻറ്റിൽ തന്നെ കഴിക്കുക. പക്ഷേ ഇത് വേറെ ബ്രാഞ്ചാണ്. അബ്ബ എന്തോ സദ്യ എന്തോ ആണ് കഴിക്കണത്. ഐ മീൻ നോർമൽ റൈസ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ കസിൻ്റെ വീട്ടിലെത്തി. കസിൻ്റെ കുഞ്ഞാണ് കാണുന്നത്. അവൾക്കിപ്പോൾ 2.5 മാസം 2.25 മാസം എന്തോ ആയിട്ടുള്ളൂ. ചെറിയ കുഞ്ഞാണ്. സപ്പോർട്ട് ചെയ്ത് പിടിക്കാം. അത് തന്നെ ശരിക്കും പിടിക്കട്ടോ മേറു. ഒന്നുകൂടെ പറഞ്ഞോ? ഒന്നും കേട്ടിട്ടില്ല. എന്താ പറഞ്ഞോ? പ്രകാശ് ഷോപ്പ്. ജോസ് പ്രകാശിന്റെ കുടുംബത്തിലുള്ള ആളാണ് ഇയാൾ. അടിപൊളി ഏരിയ ആണ്. സൂപ്പർ ഏരിയ. ഭയങ്കര. ഞാൻ കൊറേ പ്രാവശ്യം സൈക്കിൾ ഓടി വന്ന സ്ഥലമാണ്. അതാ ഇതല്ലേടാ വേറെ അതിന് ഈ സ്ട്രീറ്റും ഇവിടെയുള്ള കുറെ കാര്യങ്ങളും ഒരുപാട് ഫിലിംസിലാണ്. ഇഷ്ടം പോലെ ഫിലിംസിലാണ്. ഭയങ്കര രസമാണ് ഈ മരവും ഈ റോഡും. കൊറേ പ്രാവശ്യം സൈക്കിളോട്ടി വന്ന സ്ഥലമാണ്. അങ്ങനെ കസിൻ സിസ്റ്ററിനെയും കുറച്ച് ഫ്രണ്ട്സിനെ കണ്ട് ഞങ്ങൾ നേരെ വന്നത് ഫോർട്ട് കൊച്ചി ബീച്ചിലേക്കാണ്. ഇവിടെ നല്ല രസമാണ്. ഈ ഒരു പ്ലേസിൽ ഇങ്ങനെ പ്രാവിങ്ങനെ വന്ന് നിൽക്കും. ഇവിടെ നിന്ന് ഫുഡ് വാങ്ങിച്ചിട്ട് അതിനിങ്ങനെ ഇട്ട് കൊടുക്കും. അത് നല്ല രസമുള്ള ഒരു അടിപൊളി പരിപാടിയാണ്.
പതിയെ കാണിക്കണടാ. വീഡിയോ എടുക്ക ഇക്ക ഇക്ക വേഗം ഇൻസ്റ്റാഗ്രാം എടുക്ക്. ഇതൊരു കോമഡി വീഡിയോ ആണ്. ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ പ്രാവുകൾ ഇങ്ങനെ മുകളിലേക്ക് പറക്കുമെന്നാണ് എൻ്റെ വിചാരം. പക്ഷേ ഈ പ്രാവുകൾക്കൊന്നും ഒരു പേടി ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ചമ്മിപ്പോയി ഗായ്സ്. വെറുതെ ആയിപ്പോയി നടന്നത്. ചെറുപ്പം തൊട്ടേന്നറിയില്ല, എനിക്കും ആസക്കും പ്രാവിനോട് ഭയങ്കര വീക്ക്നെസ്സാണ്. പ്രാവ് മാത്രമല്ല എല്ലാ പക്ഷികളോടും ഭയങ്കര വീക്ക്നെസ്സാണ്. ഇവിടെ നിന്ന് അബാസിന് വരെ വേണ്ടെന്നാണ് പറഞ്ഞത്. അവളിങ്ങനെ കുറേ നേരം അവിടെ നിന്ന്. പിന്നെ ഞാൻ പറഞ്ഞു വന്നു നമുക്ക് ബീച്ചിലൊക്കെ പോയി ഒന്ന് എൻജോയ് ചെയ്തിട്ട് വരാൻ വേണ്ടി ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് നടന്നു. കുലിക്കും സർബത്ത് കുലിക്കും കുലിക്കിട്ടുണ്ട്. മതിയാ സെന്റർ സ്ക്വയർ കുറേ നേരമൊക്കെ അവിടെ ഇരുന്ന് ഞങ്ങൾ എൻജോയ് ചെയ്തു. ഇനി ഞങ്ങളുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഒരുപാട് ഇരുട്ടാൻ നിന്നില്ല. നേരെ നമ്മൾ സെൻട്രൽ സ്ക്വയർ മോളിലേക്കാണ് പോണത്. സോ അതാണ് കുറച്ച് നിയർ ബൈ. അപ്പോൾ അവിടെ നിന്ന് ഒരു ഫിലിമൊക്കെ കണ്ട് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് അങ്ങനെ നേരെ വീട്ടിൽ പോകാനുള്ളൊരു പരിപാടിയാണ്. തകർക്കുള്ള പരിപാടിയാണ് അല്ലേ? അത് കഴിച്ചോ? കഴിച്ചോ? ഈ ലാസ്റ്റ് സ്പേസ് ഉണ്ടെങ്കിൽ ഇത് കഴിച്ചു. കടിച്ചു കളിക്കോ? എങ്ങനെയുണ്ട്?
അടിപൊളിയാണോ? സൂപ്പറാണോ? അങ്ങനെ ഫിലിമൊക്കെ കണ്ട് പണി കിട്ടി ഇറങ്ങി. ഞങ്ങൾ നേരെ ഇത് നെക്സ്റ്റ് ഡേ ആണ്. നിങ്ങൾ ഓർക്കുന്നത് എന്തത് ഫുഡ് ഇതെല്ലാം ഓരോരോ ദിവസത്തെ ഫുഡ് കഴിക്കൽ പരിപാടികളിലാണ്. നിങ്ങളെ ഡ്രസ്സ് മാറണം, നിങ്ങൾ ശ്രദ്ധിക്കണം ഗായ്സ്. ഇരിക്കാം, ഞാൻ കൈ കഴുകിയതാ. ഉമ്മിമാൻ്റെ അടുത്തിരുന്നു, അല്ലെങ്കിൽ ഇത് കഴിക്കൂല. ഉമ്മി അകത്തേക്ക് കയറിക്കോ, ഇങ്ങോട്ട് പോവാ. വീഡിയോ കുറച്ചിട്ടോ. തോട ബിരിയാണി, ഇതെന്ത് സാധനം, ഡ്രാഗൺ ചിക്കൻ, സാദാ ഊണ്, ചെട്ടിനാട് ചിക്കൻ കറി, പരാട്ട, മീൽസിൻ്റെ കുറേ ഐറ്റംസ്. യാമേ കഴിക്കണം കുറച്ചുകൂടി. ആരോഗ്യം ഉമ്മയപ്പേ കിട്ടട്ടെ. ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സിനെ കാണാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഞങ്ങളെ വീടിൻ്റെ വഴിയാണത്. ഇത് തൊട്ട വില്ലാസിലെ വഴിയാണ്. ഞങ്ങളെ വീടിൻ്റെ ഒരു പ്രദേശമാണത്. അപ്പോൾ ഫ്രണ്ടിനെ കണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ എൻ്റെ വില്ല. സോ ഞങ്ങൾ എറണാകുളം കൊച്ചി കത്തിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതേ പോവാണ്. ഉമ്മിയപ്പൻ ടാറ്റ കാണിച്ച് ഞങ്ങൾ നേരെ എടപ്പാളെത്തി. എടപ്പാളിൽ നിന്ന് ഇവിടെ നിന്ന് കോഴിക്കോട് നിന്നാണ് ഫ്ലൈറ്റ് ഉള്ളത്. സോ ഞങ്ങൾ പാക്കിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടികെട്ടൽ ചടങ്ങും കുട്ടികളുടെ ഒളിച്ചുകളിയും എല്ലാം കൂടി ആയിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു മൂഡ് പോയി, ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. സോ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ. ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ കുറേ ദിവസമായി ഇപ്പോൾ വീഡിയോസ് ഇങ്ങനെ സ്ഥിരമായിട്ട് ഇടാറില്ല. ഇനി തൊട്ട് വീഡിയോസ് സ്ഥിരമായിട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് ഒന്ന് കാണണം, കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. സോ ഞാനത് തിരുത്താനും ഒന്നും കൂടെ നൈസായിട്ട് വീഡിയോ എടുക്കാനൊക്കെ ശ്രമിക്കുന്നതായിരിക്കും. സോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.